പാവക്കുളത്തപ്പൻ്റെ ഈ പുണ്യമായ സങ്കേതത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പറ്റിയ ഒരേടിന് തുടക്കം കുറിക്കുകയായിരുന്നു ഇപ്പോൾ. കാരണം ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ഏവർക്കും ഭഗവത് പാദത്തിങ്കൽ എന്തും സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരപൂർവമായ അവസരത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. അതിന് ഏറ്റവും അനുയോജ്യമായ ദിനം ശിവരാത്രി ദിനം തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ആധ്യാത്മിക പ്രസ്ഥാനമായ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആസ്ഥാനം കൂടിയായ ഈ തിരുസന്നിധിയിൽ ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് നടക്കുമ്പോൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കേന്ദ്ര കാര്യാലയം സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലെ സങ്കടമോചൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിലും ഇതേപോലെ ഒരു അരയാളിൻ്റെ ചുവട്ടിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ഇതേപോലെ തന്നെ അഭിഷേകം ചെയ്യാവുന്ന ഒരു ശിവലിംഗമുണ്ട് എന്നുള്ളത് ഒരു യാദർശികമാണോ എന്ന് ചോദിച്ചാൽ യാദർശികമല്ല. തീർച്ചയായിട്ടും സമാനതകൾ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കർമ്മങ്ങൾ സ്വയം നിർവഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തി, അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിനെ അല്ലെങ്കിൽ ഭൗതിക ജീവനെ നിലനിർത്തുന്ന ദേവവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ ഭാഗ്യം ലഭിക്കുകയും നിയോഗം ലഭിക്കുകയും ചെയ്തതിൽ പാവക്കുളത്തപ്പനോടുള്ള കടപ്പാടും നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. ഭഗവത് പാദത്തിങ്കൽ സേവ ചെയ്യാൻ കിട്ടുന്ന അവസരത്തിനോടൊപ്പം തന്നെ ഒരു പുണ്യകർമ്മത്തിനു കൂടി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. മാനവസേവ, മാധവസേവ, നരപൂജ, നാരായണ പൂജ എന്ന ആപ്തവാക്യം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നമ്മൾ ഒരു കാണിക്കവഞ്ചി വെക്കുകയാണ് ഉദ്ദേശിക്കുന്നുണ്ട്. ആ കാണിക്കവഞ്ചിയിൽ വീഴുന്ന ഓരോ നാണയത്തുട്ടും ഈ ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെയോ പ്രവർത്തനത്തിനെടുക്കുക എന്നുള്ള ഉദ്ദേശമില്ല. അത് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം 20 വയസ്സിൽ താഴെ ക്യാൻസർ രോഗം മൂലം ബുദ്ധിമുട്ടുന്ന ധാരാളം ആൾക്കാരുടെ അപേക്ഷകൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കാര്യാലയത്തിൽ വരാറുണ്ട്, സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളത്. അത്തരത്തിലുള്ള ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ഈ ഭഗവത് പാദത്തിങ്കൽ വീഴുന്ന ഓരോ നാണയത്തുട്ടുകൾ വഴിയും ഞങ്ങൾ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ പുണ്യമായ കർമ്മം യഥാർത്ഥ നരപൂജയാണ്, യഥാർത്ഥ നാരായണ പൂജയാണ്, യഥാർത്ഥ മാനവ സേവയാണ്, യഥാർത്ഥ മാധവ സേവയാണ്. ശിവരാത്രി ദിവസമായ പുണ്യദിനത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധാനത്തിൽ എല്ലാവർക്കും അഭിഷേകം ചെയ്യാൻ സാധിക്കുന്ന ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര സംഭവമാണ്. ശിവോഹം ശിവോഹം എന്ന് നാമെല്ലാം മന്ത്രം ജപിച്ചുകൊണ്ട് ശിവസ്മരണയോടുകൂടി കഴിയുന്ന ദിവസമാണിന്ന്. വ്രതാനുഷ്ഠാനത്തോടുകൂടി എല്ലാ സങ്കല്പങ്ങളെയും ആ ശിവപാദത്തിൽ സമർപ്പിച്ച് ഇന്നൊരു ദിവസം വളരെ നിഷ്ഠയോടുകൂടി കഴിയുന്ന പുണ്യദിനമാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. അന്ന് ശിവലിംഗത്തിൽ ഇതുപോലെ പൂജ നടത്തുകയും എല്ലാവർക്കും അർച്ചന നടത്തുകയും ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ആ ശിവലിംഗം ഇന്ന് ഏവർക്കും വേണ്ടി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ അത് നമ്മുടെ നാടിൻ്റെ ഒരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ, സാമൂഹ്യ സമരസതാ സംരംഭത്തിൻ്റെ ഒരു തിലകക്കുറിയായി മാറുകയാണ്. പാവക്കുളത്തമ്മയും എല്ലാം പരിലസിക്കുന്ന ആ മഹാചൈതന്യം തിങ്ങി നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഈ പരിപാവനമായ ക്ഷേത്രസന്നിധിയിൽ നമുക്കെല്ലാവർക്കും ശിവരാത്രി ദിവസം അഭിഷേകത്തിലും പങ്കെടുക്കാം, അർച്ചനയിൽ പങ്കെടുക്കാം, നാമമന്ത്ര ജപത്തിൽ നമുക്ക് മുഴുകാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം
നമഃ ശിവായ. ഓം നമഃ ശിവായ. എല്ലാവരെയും പാവക്കുളത്തപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് ഏവർക്കും എപ്പോഴും ഏത് സമയത്ത് ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയും എന്ന അറിയിപ്പോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പത്മശ്രീ കുഞ്ഞോൽ മാസ്റ്റർ, സർവാദരണീയനായ രാജേട്ടൻ, മറ്റ് എല്ലാ സഹോദരി സഹോദരന്മാരെ, ദേശഭക്തരെ, നമസ്കാരം. ഇന്ന് പവിത്രമായ ഈ സുദിനത്തിൽ, പാവനമായ ഈ ക്ഷേത്രാങ്കണത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു മഹനീയമായ ചടങ്ങ് നടന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മുൻജന്മ സുഹൃതം കൊണ്ടായിരിക്കാം നമുക്ക് അതിന് സാക്ഷ്യം വഹിക്കുവാനും സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഇവിടെ നടന്ന ഈ പ്രതിഷ്ഠ, ഇത് ഒരു ചെറിയ ഒന്നല്ല, ഒരു ചെറിയൊരു പ്രതിഷ്ഠയല്ല. നാം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, ഇത് സനാതനധർമ്മത്തിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ നടന്നത്, അല്ലെങ്കിൽ സംരക്ഷണമാണ്. സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നടന്ന ഒന്നാണ് എന്ന് നാം അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമായി ദേശത്തിലെ മാത്രമല്ല വിദേശങ്ങളിലെയും ദാർശനികന്മാർ അവർ കണക്കാക്കുന്നത്, അവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ഇന്ന് ലോകത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഭാരതത്തിന് മാത്രമേ കാണാൻ കഴിയുള്ളൂ, അത് സനാതനധർമ്മത്തിന് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. വലിയ പാശ്ചാത്യ ദാർശനികന്മാരും ഒക്കെ തന്നെ, അർണോൾഡ് ടോയിൻബിയൊക്കെ ഉൾപ്പെടെയുള്ള ദാർശനികന്മാർ പറഞ്ഞതൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അരവിന്ദ മഹായോഗി പറഞ്ഞു, ഈ സനാതനധർമ്മത്തിലാണ് ഈ ഭാരതം ജനിച്ചത്, സനാതനധർമ്മത്തിലാണ് ഈ ഭാരതം വളർന്നത്, സനാതനധർമ്മത്തിലാണ് ഈ ഭാരതം ശക്തിപ്പെട്ടത്. സനാതനധർമ്മം നശിച്ചാൽ, അങ്ങനെയൊന്ന് സംഭവിച്ചാൽ ഈ ഭാരതം നശിച്ചു പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് ഈ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിലൂടെ ഈ ഭാരതത്തെ വീണ്ടും വൈഭവശാലിയാക്കിക്കൊണ്ട് ഈ ലോകത്തിന് വഴികാട്ടേണ്ടതുണ്ട്. ഇത് അതിൻ്റെ ഭാഗമായി നടന്ന ഒന്നാണ് എന്ന് വിശാലമായ അർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടേണ്ടതുണ്ട്. നാം ഈ ചടങ്ങിൽ പങ്കാളിയാകുന്നതോടൊപ്പം ഇവിടെ രാജേട്ടൻ പറഞ്ഞു, ശിവതത്വത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ ശിവതത്വം, അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉൾക്കൊള്ളുന്നതോടൊപ്പം അതിൻ്റെ പ്രചാരകന്മാരായി, അതിൻ്റെ കാവൽക്കാരും അതിൻ്റെ പ്രചാരകന്മാരുമായി നമുക്ക് തീരേണ്ടതുണ്ട്. അതിന് മഹാദേവിൻ്റെയും ശ്രീ പാർവതീദേവിയുടെയും അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇപ്പോൾ നീട്ടി പ്രസംഗിച്ച് എല്ലാവരും തലയിൽ കയറില്ലെന്നറിയാം. എല്ലാവരും ഇപ്പോൾ ശിവൻ 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 എന്ന ചിന്തയിലാണ്. അതുകൊണ്ട് പ്രസംഗം അങ്ങനെ കേൾക്കില്ല. ഇന്നലെ ഒരു വായനശാലയിൽ ഇന്നലെ 6 മണിക്ക് സംസാരിക്കാൻ ചെന്നപ്പോൾ അവർ പ്രത്യേകമായിട്ട് ജാതിയില്ല, മതമില്ല, അതുപോലെ പ്രവേശമില്ല എന്നെല്ലാം പറയുകയുണ്ടായി. നമ്മളിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും സമൂഹത്തിൽ ജാതീയമായ പരിഗണന ഒരുപാടുണ്ട്. അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സംഘം. ആ സംഘത്തിൻ്റെ വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്.
ഇത് ഒരു പരിധി വരെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. എങ്കിലും ഇനിയും ബാക്കി ഒരുപാട് പണി കിടക്കുകയാണ്. ഇത് പത്രം എടുത്തപ്പോൾ ഒരു വസ്തുത പെട്ടെന്ന് കണ്ടത്, നമ്മുടെ പ്രധാനമന്ത്രി ചൈനയിൽ അതിർത്തിയിൽ ഉണ്ടാക്കിയ റോഡിൽ പോയിരിക്കുന്നു എന്നാണ്. ചൈനക്കാരെ നമ്മളെ ആക്രമിച്ചപ്പോൾ നെഹ്റുവിനോട് പറഞ്ഞേക്ക് ചീന കൊടികൾ ഉയർത്ത് എന്ന് നാട് നീളെ മുദ്രാവാക്യം വിളിക്കുകയും അങ്ങനെ മുദ്രാവാക്യം സമ്മേളനത്തിൽ വിളിക്കുകയും ഒക്കെ ചെയ്ത ഒരു പയ്യനാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി. ചൈനക്കാർക്ക് വേണ്ടി നിൽക്കുക, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭദ്രത വേണമെങ്കിൽ വേണം, അല്ലെങ്കിൽ വേണ്ട എന്നൊരു സമീപനം. ആ രംഗത്ത് ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ആളുകൾ. അപ്പം നമ്മുടെ ചുമതല വളരെ വളരെ വലുതാണ്. നമ്മുടെ ലോകത്തിലെ തന്നെ എല്ലാവർക്കും അനിഷ്ടമായ ഒരു സംഘടന, ഒരു രാജ്യമാണ് ചൈന. അതിൻ്റെ കഥയിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ള ചൈന നമ്മുടെ അതിർത്തിയിലിരിക്കുക, അതേ ചൈനക്കാർക്ക് നിലാവാടി വിളിക്കുന്ന കുറേ ആളുകൾ കേരളത്തിലുമുണ്ടാവുക, ഇന്ത്യയിലുണ്ടാവുക, ഡൽഹിയിലുമുണ്ടാവുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് വൈരാഗ്യപൂർവ്വം നമ്മൾ ഓർക്കുകയും അതിനെതിരായ നമ്മുടെ ആത്മീയ പ്രവർത്തനത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്തായിരുന്നാലും ഈ ശിവരാത്രിയിൽ ഒരു കാര്യം, ഈ പാർവതി ദേവി ഗണപതിയെ കുറേ വഴക്ക് പറഞ്ഞു. എന്തോ ഒരു കാരണവശാൽ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, മഹാദേവൻ പാർവതിയോട് പറയാണ്, നിനക്ക് ഗർഭപ്രസവാദി പീഡയാൽ മനം കലങ്ങാതെ ലഭിച്ച കുഞ്ഞിവൻ എന്ന്. അപ്പോൾ പാർവതി ഗർഭിണിയാകാതെ പ്രസവ വേദന അനുഭവിക്കാതെ പ്രസവത്തിനുണ്ടായ മകനാണ് ഈ കൊച്ച്, അതുകൊണ്ട് അവനെ ചീത്ത പറയരുത് എന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കിയുള്ള കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, സമയം എടുക്കുന്നില്ല. അങ്ങനെ ശിവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദിവസവും കൂടിയാണ് മഹാശിവരാത്രി എന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. എൻ്റെ ഭാര്യ സുഖമില്ലാത്തതുകൊണ്ട് ഭാര്യയും കൊണ്ട് ഇപ്പോൾ യാത്ര നടക്കുന്നത്. അതിൻ്റെ വീട്ടിലിരുത്താൻ നിവൃത്തിയില്ല, ആരെയും കൂടി നിൽക്കില്ല. എത്ര അകലെ യോഗത്തിന് പോയാലും അതിനെ കൊണ്ടാണ് നടക്കുക, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ആദരണീയനായിട്ടുള്ള ഡോക്ടർ പത്മകുമാർ സർ. എല്ലാവർക്കും നമസ്കാരം. വളരെ ആദരണീയനായിട്ടുള്ള കുമ്മനചേട്ടൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പാവക്കുളത്തപ്പൻ്റെയും ദേവിയുടെയും നടയിൽ ശിവലിംഗത്തിൽ നമുക്ക് കലശം നടത്തുന്നതിന് എല്ലാവർക്കും ഭാഗ്യം ലഭിക്കുന്ന തരത്തിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഈ അവസരത്തിന് എല്ലാവരും ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയുമാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന പാവക്കുളത്ത് ശ്രീ മഹാദേവ ക്ഷേത്ര തിരുസന്നിധിയിൽ കേരളത്തിൽ ആദ്യമായി സനാതനധർമ്മ വിശ്വാസികളായ ഏവർക്കും ഭഗവാന് നേരിട്ട് അഭിഷേകം നടത്തുവാനുള്ള സൗകര്യാർത്ഥം ക്ഷേത്രത്തിൽ കാശിയിൽ നിന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എത്തിച്ച ശിവലിംഗം, അതിൻ്റെ പീഠവും മറ്റ് സംവിധാനങ്ങളും വിശ്വപ്രസിദ്ധനായ ക്ഷേത്ര വിഗ്രഹശില്പി ശ്രീ തൃപ്പല്ലൂർ സദാശിവൻ അവറുകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂർത്തിയാക്കി പാണ്ഡവ ക്ഷേത്രങ്ങളിലെ പരമപ്രധാനമായ തൃച്ചിറ്റാറ്റ് ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്ന് ഇവിടെ എത്തിച്ച് മഹാശിവരാത്രി നാളിൽ ഇവിടെ ആലുവൃക്ഷ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇതിനൊരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ, വർഗം വർണ്ണം അരുതിവിടെ, സകലരും അമ്മയ്ക്കോമന മക്കൾ, ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന ആ സനാതനധർമ്മത്തിൻ്റെ യുക്തിഭദ്രതയുടെ അടിസ്ഥാന തത്വം ലോകരെ ബോധ്യപ്പെടുത്തും വിധമാണ് ഏതൊരു ഹിന്ദുവിനും ഇവിടെ വന്ന് ഭഗവാന്റെ വിഗ്രഹത്തിൽ, ആ ശിവലിംഗത്തിൽ നേരിട്ട് അഭിഷേകം നടത്തുവാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യവും അവകാശവും ഇന്ന് സിദ്ധിച്ചിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ നീണ്ട നിര അഭിഷേകത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ പഞ്ചപരിവർത്തനം എന്ന മഹാസന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാമാജിക സമരസത ഊട്ടിയുറപ്പിക്കുന്ന ഒരു മഹാസംരംഭമായി ഈ കൃത്യം മാറിയിരിക്കുകയാണ്. അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഒരു വലിയ ജനസഞ്ചയം. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. പാവക്കുളം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ജാതി മത വ്യത്യാസമില്ലാതെ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാനുള്ള ഒരു അപൂർവമായ അവസരമാണ് ഇന്ന് മുതൽ ഒരുക്കി നൽകിയിരിക്കുന്നത്. കാരണം എല്ലാ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിവലിംഗവുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ്. ക്ഷേത്രത്തിൽ പോയി പൂജാരി ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നത് കണ്ട് തൃപ്തിപ്പെടുന്ന ഭക്തർക്ക് അപ്രകാരം സ്വയം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി ഈ സാന്നിധ്യത്തിൽ ലഭ്യമാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പാവക്കുളം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഇപ്രകാരം ഒരു ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നത്. എല്ലാ വിഭാഗം ആൾക്കാർക്കും ശിവഭഗവാനോട് താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സംതൃപ്തി അടയുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റൊരു ഉദാത്തമായ കാര്യം, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാനവസേവ, മാധവസേവ അല്ലെങ്കിൽ നരപൂജ, നാരായണ പൂജ എന്ന ആപ്തവാക്യം പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ശിവലിംഗത്തിൻ്റെ അടുത്ത് സ്ഥാപിച്ചിട്ടുള്ള കാണിക്കവഞ്ചിയിൽ വീഴുന്ന ഓരോ നാണയത്തുട്ടുകളും ക്യാൻസർ രോഗികളായ കുട്ടികളുടെ ക്ഷേമപ്രവർത്തനത്തിനും അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെലവിനും വേണ്ടി വിനിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും ഈ സതുദ്ദേശത്തോടു കൂടി നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ പങ്കാളികളാവുകയും ഈ ശിവഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കാനും എല്ലാവർക്കും അവസരമുണ്ടാകും. എല്ലാവർക്കും അതിനുള്ള ഒരു ദൈവാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.